ഒരു വാട്ടർ ബോംബ് നമ്മൾ പാകിസ്ഥാനിലേക്ക് ഇട്ടപ്പോൾ മറ്റൊരു വാട്ടർ ബോംബ് നമുക്കായി തയ്യാറായി നിൽക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ടിബറ്റിൽ ചൈന ഒരു അണക്കെട്ട് പണിയുന്നുണ്ട്. ഈ അണക്കെട്ട് ഇന്ത്യക്കുള്ളൊരു ഭീഷണിയായിട്ട് വളർന്നു വരുന്നു എന്നാണ് ഇപ്പോൾ വിദഗ്ധർ പറയുന്നത്. എന്താണിത് എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ അയൽ രാജ്യമായിട്ടുള്ള ചൈന ടിബറ്റിൽ ബ്രഹ്മപുത്ര നദിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ടിൻ്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ്. 2025 ജൂലൈ 19 ചൈനീസ് പ്രധാനമന്ത്രി ലീ ക്വിയാൻ ഈ അണക്കെട്ടിൻ്റെ തറക്കല്ലിട്ടു. ചൈനയിലെ നൈൻചി നഗരത്തിലാണ് ഈ അണക്കെട്ട് നിർമ്മിക്കുന്നത്. ഇന്ത്യയിലെ അരുണാചൽ പ്രദേശിൻ്റെ അതിർത്തിയോട് ചേർന്നാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഇതിനർത്ഥം ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്നുള്ളതാണ്. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പെമ ഖണ്ഡു ഈ അണക്കെട്ടിനെ ഇന്ത്യക്ക് ഒരു വാട്ടർ ബോംബ് എന്നാണ് വിശേഷിപ്പിച്ചത്. റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം 2900 കിലോമീറ്റർ നീളമുള്ള ബ്രഹ്മപുത്ര നദി ഹിമാലയം കടന്ന് 2057 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് ഒഴുകി അരുണാചൽ പ്രദേശ് വഴി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ത്യക്ക് ശേഷം അത് ബംഗ്ലാദേശിലേക്ക് പോയി ബംഗാൾ ഉൾക്കടലിൽ ലയിക്കുകയാണ്. എന്നാൽ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ നദി ഒരു യു ടേൺ എടുക്കുന്നു. ചൈന ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് നിർമ്മിക്കുന്നത് ആ യു ടേണിലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിന് 12 ലക്ഷം കോടി രൂപയാണ് ചൈന ചെലവാക്കുന്നത്. ചൈനീസ് വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ഈ അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിന് ശേഷം ഓരോ വർഷവും 300 കിലോ വാട്ട് വൈദ്യുതി ഉൽപ്പാദിക്കപ്പെടും. ഇത് ഏകദേശം 300 ദശലക്ഷം ആളുകൾക്ക് പ്രയോജനപ്പെടും. ഈ അണക്കെട്ടിൻ്റെ നിർമ്മാണ ചെലവ് ഏകദേശം $167 ബില്യൺ, അതായത് ഏകദേശം 12 ലക്ഷം കോടി രൂപയാണെന്ന് പറയുന്നു. ചൈന 5 ജലവൈദ്യുത നിലയങ്ങളാണ് നിർമ്മിക്കുന്നത്. അതിലൊരു അണക്കെട്ടാണിത്. എന്തായാലും ഈ വിഷയത്തിൽ ഹിമന്ത് ബിശ്വ ശർമ്മ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞത് ഇതിൽ ഞങ്ങൾക്ക് ആശങ്കപ്പെടാൻ ഒന്നുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മപുത്ര എന്ന് പറയുന്ന നദി ഏറ്റവും കൂടുതൽ ഇന്ത്യയിലൂടെയാണ് ഒഴുകുന്നത്. ചൈന അവിടെ അണക്കെട്ട് നിർമ്മിച്ചാലും നമുക്കതിനെ കൗണ്ടർ ചെയ്യാനുള്ള വേറെ നിയമങ്ങൾ ഇവിടെ ഉണ്ട്. വേറെ അണക്കെട്ടുകൾ നമുക്കതിന് ഓപ്പോസിറ്റായിട്ട് നിർമ്മിക്കാമെന്ന് തന്നെയാണ് ഹിമന്ത് ബിശ്വ ശർമ്മ ആ സമയം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് വാർത്തയായിട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ചൈന ഇതിൻ്റെ പണിയുടെ സ്പീഡ്, അതായത് വേഗത കൂട്ടിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഈ വേഗത കൂട്ടിയാലും ഇന്ത്യക്ക് അതിന് കൗണ്ടർ ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ നിലവിൽ സാധ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഇതിനെ വലിയൊരു ഭീഷണിയായി കാണാത്തത്. പിന്നെ പെമ ഖണ്ഡു എന്ന് പറയുന്ന ഇപ്പോൾ നിലവിലെ ആ മുഖ്യമന്ത്രിയുടെ ആ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ഇത് ചർച്ചയിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. ന്യൂസ് ഡെസ്ക് മലയാളം.